എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിനായുള്ള കാത്തിരിപ്പിലാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ. വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവും പണപ്പെരുപ്പവും കണക്കിലെടുത്ത് കമ്മീഷൻ ഫിറ്റ്മെന്റ് ഫാക്ടർ 3.8 വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാരുടെ സംഘടനകൾ. എട്ടാം ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിനായുള്ള കാത്തിരിപ്പിലാണ് പല കേന്ദ്ര സർക്കാർ ജീവനക്കാരും ഇപ്പോഴുള്ളത്. അവരുടെ അടിസ്ഥാന ശമ്പളം പുതിയ ഘടനയിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ഗുണന ഘടകമാണ് ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന് എല്ലാവർക്കും അറിയാം. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവും പണപ്പെരുപ്പവും ഒക്കെ കണക്കിലെടുത്താൽ ഈ കമ്മീഷന്റെ ശുപാർശകളിൽ ഫിറ്റ്മെന്റ് ഫാക്ടർ 3.8 ആയിരിക്കണമെന്നാണ് പല സംഘടനകളും ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ആറാം ശമ്പള കമ്മീഷനിൽ എൻട്രി ലെവലിലെ അടിസ്ഥാന ശമ്പളം 7,000 രൂപയായിരുന്നു. ഏഴാം ശമ്പള കമ്മീഷൻ 2.57 എന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ ഉപയോഗിച്ച് ഇത് പരിഷ്കരിച്ചപ്പോൾ പുതിയ എൻട്രി ലെവൽ ശമ്പളം 18,000 രൂപയായി ഉയർന്നു. ശമ്പള പരിഷ്കരണത്തിൽ ഈ ഘടകം എത്രത്തോളം നിർണായകമാണെന്നാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എട്ടാം ശമ്പള കമ്മീഷൻ നിശ്ചയിക്കുന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ 18,000 രൂപയുമായി ഗുണിച്ചാവും പുതിയ എൻട്രി ലെവൽ അടിസ്ഥാന ശമ്പളം നിർണ്ണയിക്കുന്നത്. ഉയർന്ന തസ്തികകളിലെ ഉദ്യോഗസ്ഥർക്ക് ആനുപാതികമായ ഉയർന്ന ശമ്പളം തന്നെ ലഭിക്കും. ശമ്പള പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായി കമ്മീഷൻ വിവിധ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകളുമായും നിലവിൽ കൂടിയാലോചനകളും നടത്തുന്നുണ്ട്. ഫിറ്റ്മെന്റ് ഫാക്ടർ ഏകദേശം 3.8 ആയിരിക്കണമെന്ന് പല സംഘടനകളും ആവശ്യപ്പെടുന്നുണ്ട്. ഇക്കാര്യം കമ്മീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ എൻട്രി ലെവലിലെ അടിസ്ഥാന ശമ്പളം ഗണ്യമായി തന്നെ വർദ്ധിക്കും. ഏഴാം ശമ്പള കമ്മീഷൻ പ്രകാരമുള്ള 18,000 രൂപയുടെ 3.8 കൊണ്ട് ഗുണിക്കുമ്പോൾ പുതിയ അടിസ്ഥാന ശമ്പളം 68,400 രൂപയായി മാറും. ഇന്ത്യയിൽ ഇതുവരെ 7 ശമ്പള കമ്മീഷനുകളാണ് നിലവിൽ വന്നിട്ടുള്ളത്. ഒന്നാം ശമ്പള കമ്മീഷൻ 1946 ജനുവരിയിലായിരുന്നു രൂപീകരിച്ചത്. ഓരോ 10 വർഷത്തിലും ഒരു പുതിയ കമ്മീഷൻ രൂപീകരിക്കാറുണ്ട്. എട്ടാം ശമ്പള കമ്മീഷൻ 2025 നവംബർ 3-നായിരുന്നു രൂപീകരിച്ചത്. ശുപാർശകൾ സമർപ്പിക്കാൻ കമ്മീഷന് 18 മാസത്തെ സമയമാണ് നൽകിയിട്ടുള്ളത്. ഫിറ്റ്മെന്റ് ഫാക്ടർ എന്ന ആശയം ആറാം ശമ്പള കമ്മീഷന്റെ കാലഘട്ടം മുതലാണ് ഉപയോഗിച്ച് തുടങ്ങിയത്. ഇതിനു മുമ്പ് ശമ്പള പരിഷ്കരണ രീതികൾ താരതമ്യേന കൂടുതൽ സങ്കീർണമായിരുന്നു. ഒന്നാം ശമ്പള കമ്മീഷൻ പ്രകാരം പുതുക്കിയ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 55 രൂപയായിരുന്നു. രണ്ടാം ശമ്പള കമ്മീഷൻ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 80 രൂപയും മൂന്നാം കമ്മീഷൻ 185 രൂപയുമായിട്ടായിരുന്നു നിശ്ചയിച്ചത്. നാലാം ശമ്പള കമ്മീഷൻ DAയുമായി ബന്ധിപ്പിച്ചൊരു യുക്തിസഹമായ ഘടനകളോടെ അടിസ്ഥാന ശമ്പളം 750 രൂപയായി ഉയർത്തി. അഞ്ചാം കമ്മീഷൻ 2,550 രൂപയായും നിശ്ചയിച്ചു. ആറാം ശമ്പള കമ്മീഷൻ 1.86 എന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ അവതരിപ്പിച്ചുകൊണ്ട് അടിസ്ഥാന ശമ്പളം 7,000 രൂപയായി വർദ്ധിച്ചു. സമാനമായി ഏഴാം ശമ്പള കമ്മീഷൻ 2.57 എന്ന ഫിറ്റ്മെന്റ് ഫാക്ടർ ഉപയോഗിച്ച് ശമ്പള പരിഷ്കരണം വർദ്ധിപ്പിച്ചു. ഇനിയിപ്പോൾ വീണ്ടും അത് തന്നെ ആവർത്തിക്കുമെന്ന പ്രതീക്ഷയാണ് ജീവനക്കാർക്കുള്ളത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.